ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു വാഹനത്തെക്കുറിച്ചല്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയ ഒരു വികാരത്തെക്കുറിച്ചാണ്. അതെ, സാക്ഷാൽ ഹാർലി ഡേവിഡ്സൺ. ആധുനിക സമൂഹത്തിൽ ഒരു ബൈക്ക് എന്നതിനപ്പുറം ഹാർലി സ്വാതന്ത്ര്യത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമാണ്. മറ്റൊരു മോട്ടോർ ബൈക്കിനും ഇല്ലാത്ത വേഗതയും കരുത്തും ഹാർലിക്ക് അവകാശപ്പെടാനുണ്ട്. ഇത്രയൊക്കെ സവിശേഷതകളുണ്ടെങ്കിലും ഇന്ത്യയിൽ നിങ്ങൾക്ക് ഹാർലിയെ കിട്ടണമെങ്കിൽ 16 മുതൽ 45 ലക്ഷം രൂപ വരെ നൽകേണ്ടിവരും. 122 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ മിൽവാക്കിയിലെ ഒരു ചെറിയ ഷെഡിൽ 4 പേർ ചേർന്ന് ആരംഭിച്ച ആ കമ്പനി അതിന്റെ തുടക്കകാലത്തും പിന്നീടുള്ള പല ദശകങ്ങളിലും നിരവധി പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായി വളർന്ന് ഇന്നത്തെ നിലയിലെത്തിയത്. ആ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. ഹാർലി ഡേവിഡ്സൺ കമ്പനിയുടെ പിറവിക്ക് പിന്നിൽ പ്രധാനമായും 2 പേരുടെ ഐഡിയയാണ് പ്രവർത്തിച്ചത്. വില്യം എസ് ഹാർലി ആൻഡ് ആർത്തർ ഡേവിഡ്സൺ. ആദ്യം ഇരുവരുടെയും ജീവിതത്തിൽ നിന്നും തുടങ്ങാം. 1880 ഡിസംബർ 29-ന് അമേരിക്കയിലെ മിൽവാക്കിയിൽ ഒരു റെയിൽവേ എഞ്ചിനീയറായ വില്യം ഹാർലി സീനിയറിന്റെയും മേരി സ്മിത്തിന്റെയും 6ാമത്തെ കുട്ടിയായിട്ടായിരുന്നു വില്യം എസ് ഹാർലി ജനിച്ചത്. തൊട്ടടുത്ത വർഷം, അതായത് 1881 ഫെബ്രുവരി 11-ന് ഹാർലിയുടെ വീടിന് സമീപം താമസിച്ചിരുന്ന ഒരു കാബിനറ്റ് നിർമ്മാതാവായ വില്യം ഡേവിഡ്സന്റെയും വീട്ടമ്മയായ മാർഗരറ്റ് ആദംസ് മക്ഫാർലെയിനിന്റെയും 5 മക്കളിൽ ഇളയവനായി ആർത്തർ ഡേവിഡ്സൺ ജനിച്ചു. 1870-കൾ മുതൽ അമേരിക്ക വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ്യവസായത്തിന്റെ വളർച്ചയോടെ ധാരാളം ഫാക്ടറികൾ അമേരിക്കയിൽ ഉയർന്നുവന്നു. ഇതോടെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ മാത്രം ആശ്രയിച്ചിരുന്ന അമേരിക്ക ഒരു വ്യാവസായിക രാജ്യമായി മാറി. കൂടുതൽ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെട്ടു. തോമസ് ആൽവ എഡിസൺ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ തുടങ്ങി നിരവധി ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തങ്ങൾ സാങ്കേതിക മേഖലയിൽ വളർച്ച നൽകി. കൂടാതെ ക്രൂഡ് ഓയിൽ, ഇരുമ്പ്, ചെമ്പ്, സ്വർണം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ കണ്ടെത്തലും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു. അങ്ങനെ വില്യം ഹാർലിയും ആർത്തർ ഡേവിഡ്സണും ഒരുമിച്ച് കളിച്ചു വളർന്നു. ആർത്തറിന്റെ അച്ഛൻ ഒരു മരപ്പണിക്കാരനായതിനാൽ ചെറുപ്രായത്തിൽ തന്നെ തന്റെ മക്കളെയെല്ലാം മരത്തടികൾ ചെത്തിമിനുക്കി അതിമനോഹരങ്ങളായ വസ്തുക്കൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അതേസമയത്ത് തന്നെ ഇരുവർക്കും അവരുടെ മാതാപിതാക്കൾ സൈക്കിളുകൾ വാങ്ങി നൽകി. ഈ സൈക്കിളിൽ അവർ കൂട്ടുകാരുമായി ദൂരയാത്രകൾ പോകുന്നത് ഒരു പതിവായി മാറിയിരുന്നു. വർഷം 1895. വില്യമിന് 15-ഉം ആർത്തറിന് 14 വയസ്സ്. വില്യം ഹാർലി ഒരു സൈക്കിൾ ഫാക്ടറിയിൽ ജോലിക്ക് കയറുന്നു. ആർത്തർ ഡേവിഡ്സൺ ആകട്ടെ മരപ്പണി ചെയ്യാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മോട്ടോർ ബൈക്കുകൾ നിരത്തുകളിൽ വ്യാപകമാകുന്നത്. ആ ബൈക്കുകൾക്ക് നമ്മൾ ഇന്ന് കാണുന്ന രൂപമായിരുന്നില്ല, പകരം സാധാരണ സൈക്കിളുകളിൽ മോട്ടോർ ഘടിപ്പിച്ച രൂപമായിരുന്നു. 1903-ൽ വില്യമും ആർത്തറും ചേർന്ന് ഒരു സൈക്കിൾ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. അന്ന് വില്യമിന് 23 വയസ്സും ആർത്തറിന് 22 വയസ്സുമായിരുന്നു പ്രായം. ആർത്തറിന്റെ 2 സഹോദരന്മാരുകൂടി അവരോടൊപ്പം കൂടുന്നു. അതോടെ അവർ 4 പേരാകുന്നു. അവർ 4 പേരും ചേർന്ന് അവരുടെ കൈവശമുണ്ടായിരുന്ന പണവും ബന്ധുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും കടം വാങ്ങിയ പണവും ചേർത്ത് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി. എന്നിട്ട് ആർത്തറിന്റെ വീടിന്റെ മൂലയിൽ 10 അടി നീളവും 15 അടി വീതിയുമുള്ള ഒരു ചെറിയ മരഷെഡുണ്ടാക്കി. ഇതായിരുന്നു ആദ്യത്തെ ഹാർലി ഡേവിഡ്സൺ കമ്പനി. അങ്ങനെ അവർ ആ ഷെഡിന്റെ ഉള്ളിൽ വെച്ച് തങ്ങളുടെ സ്വപ്നങ്ങളായ ബൈക്കുകൾ നിർമ്മിച്ചു തുടങ്ങി. ആദ്യത്തെ മോഡലുകൾ ഇറങ്ങിയപ്പോൾ തന്നെ ധാരാളം ആളുകൾ അവ വാങ്ങാൻ താൽപര്യപ്പെട്ട് എത്തി. ഹാർലിയും ഡേവിഡ്സണും സന്തോഷിച്ചു. തങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണുന്നു. എന്നാൽ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ബൈക്ക് വാങ്ങിയവർ പരാതികളുമായി തിരിച്ചെത്തി. അവർ നേരിട്ട പ്രധാന പ്രശ്നങ്ങളിലൊന്ന് എഞ്ചിന്റെ ശക്തിക്കുറവായിരുന്നു. പ്രത്യേകിച്ചും 1903-ൽ നിർമ്മിച്ച ആദ്യത്തെ മോഡലുകൾക്ക് മിൽവാക്കിയിലെ ചെറിയ കുന്നുകൾ പോലും കയറാൻ പ്രയാസമുണ്ടായിരുന്നു. ഈ പരാതികളെ തുടർന്ന് ഡേവിഡ്സൺ സഹോദരന്മാരും ഹാർലിയും ചേർന്ന് 1904-ൽ കൂടുതൽ ശക്തമായ വലിയ എഞ്ചിൻ നിർമ്മിച്ചു. ഈ പുതിയ എഞ്ചിൻ അവരുടെ മോഡലുകളുടെ പ്രകടനം വളരെയധികം മെച്ചപ്പെടുത്തി. എഞ്ചിന്റെ ക്വാളിറ്റി വർദ്ധിച്ചതോടെ ആ വർഷം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബൈക്കുകൾ വാങ്ങാൻ ആളുകളെത്തി. അതിലൂടെ ധാരാളം പണം അവരുടെ കയ്യിൽ വന്നു ചേർന്നു. 1904-ൽ അപ്പോഴും ഒരു പുതിയ കമ്പനിയായിരുന്ന ഹാർലി ഡേവിഡ്സൺ
തങ്ങളുടെ മോട്ടോർ സൈക്കിളുകൾക്ക് പൊതുജനശ്രദ്ധ നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്ന സമയം. അക്കാലത്ത് റേസിംഗ് മത്സരങ്ങൾ ബൈക്കുകളുടെ ശക്തിയും പ്രകടനവും തെളിയിക്കാനുള്ള പ്രധാന വേദിയായിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് മിൽവാക്കിയിലെ സ്റ്റേറ്റ് ഫെയർ പാർക്കിൽ നടന്ന റേസിൽ എഡ്വേർഡ് ഹിൽഡബ്രാൻഡ് എന്ന റൈഡർ ഹാർലി ഡേവിഡ്സൺ ബൈക്കുമായി മത്സരിക്കുന്നത്. ഈ മത്സരത്തിൽ ഹിൽഡബ്രാൻഡ് 4ാം സ്ഥാനം നേടി. ആദ്യ 3 സ്ഥാനങ്ങൾ ലഭിച്ചില്ലെങ്കിലും ഈ വിജയം ഹാർലി ഡേവിഡ്സണിന് ഒരു വലിയ നേട്ടമായിരുന്നു. കാരണം ഇത് കമ്പനിയുടെ പേര് സാധാരണക്കാർക്കിടയിൽ കൂടുതൽ പ്രചാരത്തിലാക്കാൻ സഹായിച്ചു. 1906-ൽ ഹാർലി ഡേവിഡ്സൺ മോട്ടോർ കമ്പനി അവരുടെ ആദ്യത്തെ ഫാക്ടറി വിസ്കോൺസിനിലെ മിൽവാക്കിയിലെ ചെസ്റ്റ്നട്ട് സ്ട്രീറ്റിൽ ആരംഭിച്ചു. അതോടെ തങ്ങളുടെ ഹാർലി ഡേവിഡ്സൺ എന്ന ഇതിഹാസ ബ്രാൻഡ് പിറന്ന ആ ചെറിയ മരഷെഡ് പൂർണ്ണമായും അടച്ചുപൂട്ടി. അവർ 4 പേരും വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെച്ച ആ കുഞ്ഞൻ ഷെഡിനോട് വിട പറയുമ്പോൾ അത് കേവലം ഒരു കൂരയുടെ അടച്ചുപൂട്ടലായിരുന്നില്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെയും സ്വപ്നസാക്ഷാത്കാരത്തിന്റെയും ഒരു പുതിയ അധ്യായത്തിലേക്കുള്ള മാറ്റമായിരുന്നു. അതേ വർഷം തന്നെ കൂടുതൽ എംപ്ലോയീസിനെ ഫാക്ടറിയിൽ ജോലിക്കായി നിയമിച്ചു. ആ വർഷം മുൻവർഷങ്ങളേക്കാൾ കൂടുതൽ ഉൽപ്പാദനം നടത്താൻ അവർക്ക് കഴിഞ്ഞു. 1907-ൽ ഹാർലി ഡേവിഡ്സൺ കമ്പനിക്ക് ആദ്യമായി ലൈസൻസ് കിട്ടി. തൊട്ടടുത്ത വർഷം, അതായത് 1908-ൽ കമ്പനിയിലേക്ക് ഒരു കത്ത് വരുന്നു. ആ കത്ത് വായിച്ച 4 പേരും ഒന്ന് ഞെട്ടുന്നു. കാരണം ആ കത്ത് വന്നിരിക്കുന്നത് ഡെട്രോയിറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണ്. പോലീസിനു വേണ്ടി ആവശ്യമായ ബൈക്കുകൾക്ക് വേണ്ടിയുള്ള ഓർഡറുകളായിരുന്നു അത്. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു. കാരണം പോലീസുകാരാണ് ഓർഡർ തന്നിരിക്കുന്നത്. തങ്ങൾക്ക് ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടില്ല. ഒരു സാധാരണ ബൈക്ക് കച്ചവടക്കാരിൽ നിന്നും ഒരു പോലീസ് സേനയ്ക്ക് ആവശ്യമായ വാഹനം നിർമ്മിക്കുന്ന കമ്പനിയായി ഹാർലി ഡേവിഡ്സൺ മാറാൻ പോകുന്ന നിമിഷമായിരുന്നു അത്. അങ്ങനെ ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ അമേരിക്കൻ പോലീസ് സേനയുടെ ഭാഗമായി. ഹാർലി ഡേവിഡ്സൺ 1909-ൽ അവരുടെ ആദ്യത്തെ V-twin എഞ്ചിനുകൾ ഉപയോഗിച്ചുള്ള ബൈക്കുകൾ പുറത്തിറക്കി. V-twin എഞ്ചിൻ എന്നത് 2 സിലിണ്ടറുകൾ V ആകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു തരം ആന്തരിക ജ്വലന എഞ്ചിനാണ്. ഈ രൂപകൽപ്പന ഒരു പൊതു ക്രാങ്ക്ഷാഫ്റ്റിൽ 2 പിസ്റ്റണുകൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ഈ എഞ്ചിനുകൾ സാധാരണയായി വലിയ കുതിരശക്തിയും ടോർക്കും നൽകുന്നു. ഹാർലി ഡേവിഡ്സൺ കമ്പനി അവരുടെ മോട്ടോർ സൈക്കിളുകളിൽ ഈ എഞ്ചിൻ വ്യാപകമായി ഉപയോഗിച്ചതിലൂടെയാണ് V-twin എഞ്ചിൻ ലോകപ്രസിദ്ധമായത്. ഈ എഞ്ചിന്റെ സവിശേഷമായ ശബ്ദവും ശക്തിയും കാരണം ഇത് മോട്ടോർ സൈക്കിൾ പ്രേമികൾക്കിടയിൽ വളരെ ജനപ്രിയമായി. 1910-ൽ ഹാർലി ഡേവിഡ്സണിന് നിരവധി പ്രധാന സംഭവവികാസങ്ങൾ ഉണ്ടായി. 1910-ൽ ഹാർലി ഡേവിഡ്സൺ 3168 മോട്ടോർ സൈക്കിളുകൾ നിർമ്മിച്ചു. ഏതാനും വർഷങ്ങൾ മുമ്പ് 50 ബൈക്കുകൾ മാത്രം നിർമ്മിച്ചെടുത്തു നിന്നാണ് ഈ വലിയ വളർച്ച. ഇന്ധന ടാങ്കിന്റെ ഇടതുവശത്ത് ഒരു ലിവർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഐഡ്ലർ ഘടിപ്പിച്ചു. ഇത് ബൈക്ക് നിർത്താതെ തന്നെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ സഹായിച്ചു. അതുവരെ ബൈക്ക് നിർത്താൻ എഞ്ചിൻ ഓഫ് ചെയ്യേണ്ടിയിരുന്നു. കൺട്രോൾ വയറുകൾ ഹാൻഡിൽ ബാറിനുള്ളിൽ ഒളിപ്പിച്ചത് ബൈക്കിന് കൂടുതൽ വൃത്തിയുള്ളതും ആകർഷകവുമായ രൂപം നൽകി. ഈ മാറ്റങ്ങളെല്ലാം ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളെ കൂടുതൽ പ്രായോഗികവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമാക്കി. അക്കാലത്ത് മറ്റ് വാഹനങ്ങളെക്കാൾ കൂടുതൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളായി ഇത് മാറി. മോട്ടോർ സൈക്കിളുകൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ 1913-ൽ അവർ തങ്ങളുടെ പഴയ ഫാക്ടറി വിപുലീകരിച്ച് 5 നില കെട്ടിടമാക്കി. 1917 എന്നത് ഹാർലി ഡേവിഡ്സൺ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന വർഷമായിരുന്നു. കാരണം അന്നാണ് അമേരിക്ക സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിക്കാൻ 1-ാം ലോകമഹായുദ്ധത്തിലേക്ക് പ്രവേശിച്ചത്. 1917 മുതൽ 1918 വരെ ഹാർലി ഡേവിഡ്സൺ 20,000-ത്തിലധികം മോട്ടോർ സൈക്കിളുകൾ സൈന്യത്തിന് വിതരണം ചെയ്തു. എന്നാൽ ഈ കാലയളവിൽ സിവിൽ മാർക്കറ്റിലേക്ക് എത്ര ബൈക്കുകളാണ് നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. എന്നിരുന്നാലും മൊത്തം ഉൽപ്പാദനത്തിന്റെ നല്ലൊരു പങ്ക് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. 1920 ആയപ്പോഴേക്കും ഹാർലി ഡേവിഡ്സൺ ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായി മാറിയിരുന്നു. അന്ന് 67 രാജ്യങ്ങളിൽ അവർക്ക് ഡീലർമാരുണ്ടായിരുന്നു. 1929-ൽ ഹാർലി ഡേവിഡ്സൺ നേരിട്ട പ്രധാന പ്രശ്നം ഗ്രേറ്റ് ഡിപ്രഷൻ അഥവാ മഹാമാന്ദ്യമായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി ലോകമെമ്പാടുമുള്ള വ്യവസായങ്ങളെയും കച്ചവടങ്ങളെയും ദോഷകരമായി ബാധിച്ചു.
അതിന്റെ ഫലമായി ഹാർലി ഡേവിഡ്സൺ കമ്പനിക്കുണ്ടായ പ്രധാന പ്രശ്നങ്ങൾ താഴെ പറയുന്നവയാണ്. വിൽപ്പനയിലെ ഇടിവ്. ആളുകളുടെ സാമ്പത്തിക സ്ഥിതി മോശമായതോടെ പുതിയ മോട്ടോർ സൈക്കിളുകൾ വാങ്ങാനുള്ള ശേഷി കുറഞ്ഞു. ഇത് കമ്പനിയുടെ വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടാക്കി. ലാഭനഷ്ടം. വിൽപ്പന കുറഞ്ഞതോടെ കമ്പനി വലിയ സാമ്പത്തിക നഷ്ടത്തിലായി. ഉൽപാദനം കുറയ്ക്കാനും ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനും കമ്പനി നിർബന്ധിതരായി. സാമ്പത്തിക ഭാരം. ഈ കാലയളവിൽ കമ്പനിയുടെ സാമ്പത്തിക ഭാരം കൂടുകയും നിലനിൽപ്പിനു വേണ്ടി വലിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധം ഹാർലി ഡേവിഡ്സൺ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായിരുന്നു. പ്രധാനമായും താഴെ പറയുന്ന വഴികളിലൂടെയാണ് അത് സംഭവിച്ചത്. സൈനിക കരാറുകൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യത്തിനും സഖ്യകക്ഷികൾക്കും വേണ്ടി 90,000-ത്തിലധികം WLA മോഡൽ മോട്ടോർ സൈക്കിളുകൾ ഹാർലി ഡേവിഡ്സൺ നിർമ്മിച്ചു. ഇത് കമ്പനിക്ക് വലിയ സാമ്പത്തിക ഭദ്രത നൽകി. ഈ മോഡൽ മോട്ടോർ സൈക്കിളുകൾ സൈനിക ആവശ്യങ്ങൾക്കായി പ്രത്യേക മാറ്റങ്ങളോടെ നിർമ്മിച്ചവയായിരുന്നു. യുദ്ധകാല ഉൽപാദനത്തിലെ മികവിന് കമ്പനിക്ക് അവാർഡുകൾ ലഭിച്ചു. ഉദാഹരണത്തിന് US സർക്കാരിന്റെ പ്രശസ്തമായ ആർമി നേവി ഈ അവാർഡ് അവർക്ക് ലഭിച്ചു. ഇത് കമ്പനിയുടെ പേരും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ചു. ഹാർലി ഡേവിഡ്സൺ 1960-കളിൽ നേരിട്ട പ്രധാന വെല്ലുവിളികൾ താഴെ പറയുന്നവയാണ്. ജാപ്പനീസ് മത്സരം. ഹോണ്ട, യമഹ, സുസുക്കി, കവാസാക്കി തുടങ്ങിയ ജാപ്പനീസ് കമ്പനികളുടെ വരവാണ് ഹാർലി ഡേവിഡ്സണിന് ഏറ്റവും വലിയ വെല്ലുവിളി സൃഷ്ടിച്ചത്. വിലക്കുറവ്. ജാപ്പനീസ് മോട്ടോർ സൈക്കിളുകൾ ഹാർലിയുടെ മോട്ടോർ സൈക്കിളുകളേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്നു. ഗുണമേന്മ. ജാപ്പനീസ് ബൈക്കുകൾ കൂടുതൽ വിശ്വസനീയവും സാങ്കേതികമായി മികച്ചവയുമായിരുന്നു. വൈവിധ്യം. ചെറിയ ഇന്ധനക്ഷമതയുള്ള എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയുന്ന മോഡലുകളുമായി ജാപ്പനീസ് കമ്പനികൾ വിപണിയിലിറങ്ങി. ഇത് സാധാരണ ഉപഭോക്താക്കളെ ആകർഷിച്ചു. മോശം പ്രതിച്ഛായ. അക്കാലത്ത് ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകൾ ഗുണ്ടാ സംഘങ്ങളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും വാഹനങ്ങളായിട്ടാണ് പലപ്പോഴും കണക്കാക്കപ്പെട്ടിരുന്നത്. ഇത് ബൈക്കുകളുടെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിച്ചു. ഉയർന്ന വില. ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് വലിയ വിലയായിരുന്നു. ഇത് ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഉപഭോക്താക്കൾക്ക് തടസ്സമായി. ചെലവേറിയ നിർമ്മാണ രീതി. ഹാർലി ഡേവിഡ്സണിന്റെ നിർമ്മാണ രീതി വളരെ ചെലവേറിയതായിരുന്നു. ഇത് ഉൽപ്പന്നങ്ങളുടെ വില കൂടാൻ കാരണമായി. ഈ വെല്ലുവിളികൾ കാരണം 1960-കളിലും 70-കളിലും ഹാർലി ഡേവിഡ്സൺ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. എന്നിരുന്നാലും പിന്നീട് അവർക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിച്ചു. ഇതേ കാലത്ത് നിരവധി ഹോളിവുഡ് സിനിമയുടെ ഭാഗമായി ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ മാറി. 1969-ൽ റിലീസ് ചെയ്ത ഈസി റൈഡർ, 1991-ൽ റിലീസ് ചെയ്ത ടെർമിനേറ്റർ 2, ജഡ്ജ്മെന്റ് എന്നിവ ഹാർലി ഡേവിഡ്സണിന് ഏറെ ആരാധകരെ നേടിക്കൊടുത്ത സിനിമകളാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് അർണോൾഡ് നായകനായെത്തിയ ടെർമിനേറ്റർ 2 ജഡ്ജ്മെന്റ് ഡേ. അതിലെ ഹാർലി ഡേവിഡ്സൺ T800 ഫാറ്റ് ബോയ് ബൈക്ക് ഉപയോഗിച്ച് അർണോൾഡ് നടത്തുന്ന സാഹസികത ഇന്നും ശ്വാസം അടക്കി പിടിച്ചേ കാണാൻ പറ്റൂ. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2000-ൽ ഏകദേശം 2,04,592 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ കമ്പനി കയറ്റുമതി ചെയ്തു എന്നാണ് കണക്ക്. 2025 മാർച്ച് മാസത്തെ കണക്കനുസരിച്ച് ഹാർലി ഡേവിഡ്സണിന്റെ ആകെ ആസ്തി 12.38 ബില്യൺ USD ആണ്. 1,00,000 കോടിയിലധികം ഇന്ത്യൻ രൂപ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.